إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها. ശ്രദ്ധിക്കാനുള്ളത് സൂറത്തിൻ്റെ പേരെന്താണ്? ഷംസ് അല്ലേ? അത് ഓതേണ്ടത് വശംസ്. അവിടെ വാവിൻ്റെ ശേഷം വരുന്ന എന്തില്ല? അലിഫിന് ഉച്ചാരണമല്ല. കാരണം വസിലിൻ്റെ അംസയാണ്. വസിലിൻ്റെ അംസയാകുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ ഓതേണ്ടത് വശംസി. ലാമിനും ഉച്ചാരണമല്ല, രണ്ടക്ഷരത്തിനും ഉച്ചാരണമല്ല. വാവ് കഴിഞ്ഞിട്ട് ഷീനിലേക്ക് ചാടാം. വശംസി. പിന്നെ ഒന്ന് ഷീനാണ്, ഒന്ന് സീനാണ്. പിന്നെ വലുഹാഹ. ലുഹാ അവിടെ ഹാ പിന്നെ അകാരമാക്കിയിട്ടാണ് ആ യാവിനെ ഉച്ചരിക്കേണ്ടത്. അവിടെയൊക്കെ രണ്ട് കതിർ നീട്ടിയാൽ മതി. ലുഹാ ഹ. പിന്നെ വൽ ഖമരി. അവിടെ ലാം ഉച്ചരിക്കാണ്ട്. വാവിൻ്റെ ശേഷമുള്ള അലിഫിന് ഉച്ചാരണമല്ല, വസ്ലിൻ്റെ അംസയാണ്. ലാം ഉച്ചരിക്കണം, ഖമരിയാണ്. അപ്പോൾ വൽ ഖമരി. പിന്നെ ഈ നിർബന്ധമായിട്ടോടെ ഉച്ചരിക്കണം. ഇതാ. ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ദാ രണ്ട് കതിറാണ് നീട്ടേണ്ടത്. തല എന്നുള്ളിടത്തും ഹ എന്നുള്ളിടത്തൊക്കെ രണ്ട് കതിർ. അപ്പം എങ്ങനെ ഓതണം? വൽ ഖമരി ഇദാ തലാഹ. പിന്നെ വന്നഹാരി. ആ വാവ് കഴിഞ്ഞിട്ട് അലിഫിന് ഉച്ചാരണമല്ല, ലാമിനും ഉച്ചാരണമല്ല. ലാമ് ശംസി ആയതുകൊണ്ട്. പിന്നെ നഹാർ എന്നുള്ളത് എന്ത് ചെയ്യണം? ഉന്നത്തോടു കൂടി പറയണം. അപ്പം എങ്ങനെ ഓതണം? വന്നഹാരി. അതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഇതാ. ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. കത്തേൻ്റെ അംതയാണ്. ദാ രണ്ട് കതിർ നീട്ടിയാൽ മതി. ജല്ലാഹ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പം വന്നഹാരി ഇദാ ജല്ലാഹ. പിന്നെ വല്ലൈലി. അവിടെ വാവിൻ്റെ ശേഷമുള്ള അലിഫിന് ഉച്ചാരണമല്ല, അതൊക്കെ വസ്ലിൻ്റെ അംസയാണ്. പിന്നെ ലാമിന് എന്ത് ചെയ്യണം? മണിക്കാൻ പാടില്ല, ഇദ്ഗാമുണ്ട്. അപ്പം എങ്ങനെ ഓതണം? വല്ലൈലി. പിന്നെ ഇതാ. ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഇതാ യഗ്ഷാഹ. വൈന് എന്താക്കണം? വ്യക്തമാക്കണം. പിന്നെ വസ്സമായി. അവിടെ വാവിൻ്റെ ശേഷമുള്ള അലിഫിന് ഉച്ചാരണമല്ല, വസിൻ്റെ അംസയാണ്. ലാമ് പിന്നെ ശംസിയാണ്, അതുകൊണ്ട് രണ്ടിനും ഉച്ചാരണമല്ല. സീനിലേക്ക് ചാടാം. വസ്സ. പിന്നെ മാ എത്ര നീട്ടണം? 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അതിൻ്റെ പേരാണ് മദ് മുത്തസിൽ. ഹുക്മ് വുജൂബാണ്, നിർബന്ധമായിട്ട് നീട്ടണം. അപ്പോൾ എങ്ങനെ ഓതണം? വസ്സമായി. പിന്നെ
വമാ ബനാഹ അവിടെയൊക്കെ 2 കതിർ നീട്ടിയാൽ മതി. വൽ അർളി അവിടെയും അലിഫിന് ഉച്ചാരണമല്ല, ലാമിന് ഉച്ചാരണമുണ്ട്, കാരണം കമരിയാണ്. വൽ അർളി വമാ ത്വഹാഹ അത് മതി. അതിലെന്തെങ്കിലും തജ്വീദ് ഇപ്പം നിങ്ങൾക്ക് നേരത്തെ പഠിക്കാത്ത പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നും പറയുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് വേഗം പോയത്. ഉണ്ടോ? അപ്പം സൂറത്തിൻ്റെ പേരെന്താ? ഷംസ് അല്ലേ? സൂര്യൻ. വശംസി അർത്ഥം പറഞ്ഞോളി. സൂര്യനെ തന്നെയാണ് സത്യം. വലുഹാഹ ആ സൂര്യൻ്റെ പ്രഭയും ആണ് സത്യം. അപ്പം സൂര്യനും അതിൻ്റെ പ്രഭയുമാണ് സത്യം. വൽ ഖമരി ചന്ദ്രനെ തന്നെയാണ് സത്യം. ഇദാ തലാഹ ആ ചന്ദ്രൻ ആ സൂര്യനെ തുടർന്നു വരുമ്പോൾ. വന്നഹാരി പകൽ തന്നെയാണ് സത്യം. ഇദാ ജല്ലാഹ ആ പകൽ ആ സൂര്യനെ വ്യക്തമാക്കുമ്പോൾ. വല്ലൈലി രാത്രി തന്നെയാണ് സത്യം. ഇദാ യഖ്ഷാഹ ആ രാത്രി ആ സൂര്യനെ പൊതിയുമ്പോൾ. വസ്സമായി ആകാശം തന്നെയാണ് സത്യം. വമാ ബനാഹ ആ ആകാശത്തിൻ്റെ നിർമ്മിതിയും ആണ് സത്യം. ആകാശവും അതിൻ്റെ നിർമ്മിതിയുമാണ് സത്യം, അല്ലെങ്കിൽ ആ നിർമ്മിച്ച രൂപമാണ് സത്യം. മറ്റൊരർത്ഥം ആകാശവും ആ ആകാശത്തെ ഉണ്ടാക്കിയവനുമാണ് സത്യം. വമാ ബനാഹ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം ആരാണ് ആ ആകാശത്തെ ഉണ്ടാക്കിയത്, അതൊക്കെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞുതരാം. തിരിച്ചു വരിക. വശംസി എന്താ പൈലുള്ളത്? വശംസി സൂര്യൻ. എന്തിനാപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യനും അതിൻ്റെ വെളിച്ചവും ചന്ദ്രനും അതിൻ്റെ വെളിച്ചവും അത് വരുന്ന രൂപവും പകലും രാത്രിയൊക്കെ ഇവിടെ പറഞ്ഞത് ഈ സൂറത്തിൽ എന്തിനാ പറഞ്ഞ അള്ളാഹു തആല? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളാണിത് സൂര്യനും ചന്ദ്രനുമൊക്കെ എന്ന് പറയുന്നതാ. അപ്പം അതുകൊണ്ടാണ് അള്ളാഹു തആല അതിനെ ഇവിടെ പ്രത്യേകം എടുത്തു കൊണ്ടുവന്നത്. അള്ളാഹു തആല 32 സ്ഥലങ്ങളിൽ എന്തിനെപ്പറ്റി വിശുദ്ധ ഖുർആനിൽ 32 സ്ഥലങ്ങളിൽ സൂര്യനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. 32 ആയത്തുകളിലായി സൂര്യൻ ഷംസ് എന്ന പ്രയോഗം അള്ളാഹു എത്ര പറഞ്ഞിട്ടുണ്ട്? 32 സ്ഥലങ്ങളിൽ അള്ളാഹു പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ അള്ളാഹു ഒരു കാര്യം സത്യം ചെയ്ത് പറയുന്നത്? സൂര്യനെ പറ്റി നമുക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തന്നാൽ പോരെ. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു ആണയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ സൂത്രം എന്താ? എപ്പോഴാണ് നമ്മൾ സത്യമാണേ എന്ന് പറയണത്? എപ്പോഴാ? എന്തിനാ ഒരാളോട് ഞാൻ ഉറപ്പായിട്ടും സത്യമാണ് കേട്ടോ വല്ലാഹി ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് എന്തിനാ നിങ്ങൾ പറയണത്? എന്തിനാ പറയണത്? നമ്മളെ ഭാഷയിൽ എന്തായിരിക്കും അതിൻ്റെ സൂത്രം? എന്തെങ്കിലും വെറുതെ ബടായി വിടൂലല്ലോ. എന്താ? ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു കാര്യം ആണയിട്ട് പറയുമ്പോൾ അതിൽ സൃഷ്ടികളായ നമുക്ക് ഒരുപാട് ചിന്താവിഷയമുണ്ട്. ഒന്നല്ല, ധാരാളക്കണക്കിന് ചിന്താവിഷയമുണ്ട് എന്നത് കാണിക്കാനാണ് ഒരു ദൃഷ്ടാന്തമായിരിക്കും അള്ളാഹു പറഞ്ഞത്. ആ ദൃഷ്ടാന്തത്തിൻ്റെ പിന്നിൽ ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കാനും അത് ചിന്തിപ്പിക്കാനുമാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്ന കാര്യങ്ങളൊക്കെ. വൽ അസുർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറയുന്നതാണ് ചെറിയ സൂറത്തിൽ അല്ലേ. കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആയുസ് തന്നെയാണ് സത്യം. മനുഷ്യൻ മുഴുക്കെ നഷ്ടത്തിലാണ്. ആരൊഴികെ? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തുടർന്ന് പറയുന്ന 2 കാര്യങ്ങളും വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ അല്ലേ. അപ്പം മനുഷ്യൻ്റെ ആയുസ്സിനെ പറ്റി ചിന്തിക്കാനാണ്, ദുനിയാവിലുള്ള മനുഷ്യൻ്റെ ആയുസ്സിനെ പറ്റി ചിന്തിക്കാനാണ് അള്ളാഹു വൽ അസ്ർ എന്ന് അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇവിടെ അള്ളാഹുവിൻ്റെ പ്രകൃതി ദൃഷ്ടാന്തമായ സൂര്യനെ പറ്റി ചിന്തിക്കാനാണ്. എന്നെങ്കിലും
ഈ സൂര്യൻ എന്ന അനുഗ്രഹത്തെപ്പറ്റി നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സൂര്യൻ എങ്ങാനും ഇല്ല നിൽക്കുക, അല്ല ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ ഇതിൽ സൂര്യൻ ഇല്ല, അല്ലെങ്കിൽ സൂര്യൻ എന്ന വിളക്ക് കെട്ടുപോയി, എന്താ അവിടെ ഉണ്ടാവുക? എന്താ? സൂര്യൻ ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ സദസ്സ് വന്ന് ഇരിക്കുമോ? ഇരിക്കാൻ കഴിയൂല. സൂര്യനില്ലെങ്കിൽ ഈ സദസ്സിലിരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കൂല. സൂര്യൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ സദസ്സിൽ ഇരിക്കുന്നത്. അപ്പൊ സൂര്യനെ പറ്റി ചിന്തിക്കാനാണ്. നമ്മുടെ ആയുസ്സിൽ എപ്പോഴെങ്കിലും സൂര്യനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ. അപ്പം അതിസൂക്ഷ്മമായ ചിന്ത തന്നെ മനുഷ്യനോട് ചിന്തിക്കാനാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സൂര്യനില്ലെങ്കിൽ എന്താ? അല്ലെങ്കിൽ ആ സൂര്യൻ്റെ വെളിച്ചം അതിൻ്റെ പിന്നെ പ്രകാശം അത് കെട്ടാൽ എന്താ ഉണ്ടാവുക? എന്താ ഉണ്ടാവുക? ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളും ഐസ് ശവകുടീരമായി മാറും. ഒരു ഐസിൻ്റെ ശവകുടീരം പെട്ടെന്ന് ആ സൂര്യനായിട്ട് നിലച്ചു പോയി എന്ന് കൂട്ടാം. എന്നാൽ എന്താവും? ഐസിൻ്റെ ശവകുടീരമായി ഭൂമി മാറുന്ന, ഭൂമിയും ഭൂമിയുള്ള ഇതൊക്കെ. ഇനി നോക്കി നിങ്ങൾ, മാത്രമല്ല സൂര്യൻ്റെ പിന്നെ ആ വെളിച്ചം അതങ്ങോട്ട് കെട്ടാൽ ഭൂമിയുടെ താപനില എത്രയാവും? -350 മാറും, ഇതായിട്ട് മാറും. അങ്ങനെ ആയാൽ പിന്നെന്താ? ഐസ് കട്ടയിൽ അപ്പുറാവും അല്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. വമിൻ ആയാത്തിഹിൽ ലൈലു വന്നഹാർ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണിത് രാവും പകലും. വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും. എന്നിട്ട് അള്ളാഹ് പറയാ ലാ തസ്ജുദൂ ലിശംസ്, നിങ്ങൾ സൂര്യന് സുജൂദ് ചെയ്യരുത്. വലാലിൽ ഖമർ, ചന്ദ്രനും സുജൂദ് ചെയ്യരുത്. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന, ആ സൂര്യനെയും ചന്ദ്രനെയും രാവിനെയും പകലിനെയും ഒക്കെ സൃഷ്ടിച്ചവനാരോ അവന് നിങ്ങൾ സുജൂദ് ചെയ്യാം. ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നെങ്കിൽ. എന്തിനാ അപ്പം പടച്ചോൻ പകലും രാത്രിയും സൂര്യനും ചന്ദ്രനുമൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞത്? നമ്മളിപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കാര്യത്തെപ്പറ്റി, ദുനിയാവിലുള്ള അനുഗ്രഹത്തെപ്പറ്റി മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കും അല്ലേ? അനുഗ്രഹത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കും. എങ്ങനെ ഇപ്പോൾ ദീനാറ് കിട്ടുക, ആ ദീനാറിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കും. ആ ദീനാറ് കിട്ടുന്ന മാർഗത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവില്ല? ആ ദീനാറ് നമുക്ക് കിട്ടാൻ മാർഗം നൽകിയ ആ പിന്നെ കാരണക്കാരൻ ആരാണ്? സബബിനെ പറ്റി ചിന്തിക്കും, മുസബബിനെ പറ്റി ചിന്തിക്കൂല. സൂര്യൻ്റെ അനുഗ്രഹം നമ്മളിങ്ങനെ ആസ്വദിക്കുന്നുണ്ടാവും. പിന്നെ ഓരോ സെക്കൻഡിലും നമ്മളതിങ്ങനെ ആ സൂര്യൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നുണ്ടാവും. പക്ഷേ ആ സൂര്യൻ്റെ അനുഗ്രഹം നൽകിയ അതിൻ്റെ സൃഷ്ടാവിനെ പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇതാണ് മനുഷ്യനുള്ള ഏറ്റവും വലിയ കുഴപ്പം എന്നുള്ളതാണ്. അതുകൊണ്ട് സൂര്യൻ എന്ന അനുഗ്രഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആ സൂര്യൻ എന്ന അനുഗ്രഹം നൽകിയ ആ സൃഷ്ടാവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ, ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ ആ സൃഷ്ടാവിനെ നമ്മൾ അറിയും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ സൃഷ്ടാവിന് ആരാധിക്കേണ്ട വിധം നമ്മൾ ആരാധിക്കും. ഇല്ലെങ്കിലോ നമ്മുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ മറ്റ് സൃഷ്ടിജാലങ്ങളിലേക്ക് തെന്നിപ്പോവും. അപ്പം എന്തുകൊണ്ട് മനുഷ്യൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ മാത്രം അവൻ്റെ ചിന്ത ഒതുങ്ങാണ്. ആ അനുഗ്രഹദാതാവായ സൃഷ്ടാവിനെ പറ്റി ചിന്തിക്കാത്തത് കൊണ്ടാണ് ആ സൃഷ്ടാവിനെ മനുഷ്യൻ ആരാധിക്കാതെ പോകുന്നത് എന്നതാണ് ഒരു കാരണം എന്നതാണ് ഈ ആയത്ത് നമ്മെ പഠി. ഇനി നോക്കി നിങ്ങൾ, വശംസി, പിന്നെ പറയണ എന്താ? വലുഹഹ അല്ലേ? ലുഹ എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശം, പ്രഭ, അതിൻ്റെ പിന്നെ അത് നൽകുന്ന ശോഭ എന്നൊക്കെയാണ്, വെളിച്ചം എന്നൊക്കെയാണ് പദത്തിൻ്റെ അർത്ഥം അല്ലേ? ഇവിടെ ആ സൂര്യനെ കൊണ്ട് നമുക്ക് ലഭിക്കണ ആ വെളിച്ചത്തെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഈ കുവൈത്ത് ഗവൺമെൻറ് ഒരു റോഡ്, അല്ലെങ്കിൽ കുവൈത്തിലെ എല്ലാ റോഡുകളും വെളിച്ചം കത്തിക്കണമെങ്കിൽ എത്ര കറണ്ട് ചെലവഴിക്കണം അല്ലേ? ആ കറണ്ടിനൊക്കെ എത്ര കാശ് ചെലവഴിക്കണം? ആലോചിച്ച് നോക്കുക നിങ്ങൾ. അതിശക്തമായ ചൂടുകാലം വരുമ്പോൾ
ഇവിടുത്തെ ഗവൺമെൻറ് പറയും ഇത് ആ സ്വിച്ച് ഇടരുത്, ഈ സ്വിച്ച് ഇടരുത്, അവിടെ ഓഫാക്കണം, ഇവിടെ ഓഫാക്കണം, ഒരു വീട്ടിൽ ഇത്രേ ഉപയോഗിക്കാവൂ അല്ലേ? നമ്മളെ നാട്ടിൽ KCB എന്താ പറയുക, പവർ കട്ട് ഉണ്ടാക്കും അല്ലേ? 1, 2 ഇത്ര ഇത് ഉപയോഗിക്കാവൂ, ഇത്ര കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും, അതിൻ്റെ പൾസിനനുസരിച്ച് ഇരട്ടിയായിട്ടാണ് ചാർജ് കൂടും അല്ലേ? 100 രൂപ കൊടുക്കണോ, അമിതമായി ഉപയോഗിക്കുമ്പോൾ 10,000 20,000 ഒക്കെ വരുന്നതാണ് ചാർജ്. ഇത് നോക്കി, ഇത് എന്തുകൊണ്ടാ അവർക്ക് താങ്ങാൻ കഴിയണില്ല അല്ലേ? കറണ്ടൊക്കെ പാടെ കൊടുക്കാൻ എങ്കിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ ഒരു പട്ടണത്തിലെ റോഡ് മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ റോഡ് മാത്രമല്ല, ആ ഭൂമുഖത്തുള്ള എല്ലായിടത്തും അള്ളാഹുവിൻ്റെ സൂര്യപ്രകാശം പിന്നെ യഥേഷ്ടം അനുഭവിക്കുകയാണ് മനുഷ്യരും അള്ളാഹുവിൻ്റെ ജീവിജാലങ്ങളൊക്കെ. അപ്പം ആ പ്രകാശത്തെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, വശംസി വലുഹാഹ. നമ്മൾ വില്ലടിച്ചാൽ കയ്യോ, അല്ലെങ്കിൽ കുവൈത്ത് രാജ്യം അല്ലെങ്കിൽ പിന്നെ ലോകം മുഴുക്കെ ബില്ലടക്കുകയാണെങ്കിൽ അതിന് കൊടുക്കാൻ കഴിയോ ഗവൺമെൻറ്റിന്? ഇല്ല. അപ്പം അള്ള തന്ന അനുഗ്രഹത്തെപ്പറ്റി ചിന്തിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ? ഇനി ഒന്നുകൂടി വശംസി വലുഹാഹ. ഒരു സംഗതിയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഏതൊരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ അതില്ലാതായിരുന്നെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് സങ്കല്പിച്ചാൽ മതി എന്നാ. അപ്പം സൂര്യനെ പറ്റി നമുക്ക് ശരിക്കും ഏത് ബുദ്ധിയുള്ളവനും മനസ്സിലാവും, സൂര്യൻ എന്ന് പറഞ്ഞ ഇവിടെ ഇല്ലെങ്കിൽ എന്താവും, ചിന്തിക്കാൻ കഴിയില്ലേ? ചിന്തിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല, നമുക്ക് ജീവൻ തന്നെ ഉണ്ടാവില്ല അല്ലേ? അത് മതി. സൂര്യപ്രകാശം നമുക്ക് ഗോപ്യമായാലോ അവിടെയും നമുക്ക് പ്രശ്നങ്ങൾ വരും, ഐസ് കട്ടയൊക്കെ ആയി മാറും. അപ്പോൾ ഇനി ഈ സൂര്യനും നമ്മൾ വസിക്കുന്ന ഭൂമിയും എത്ര കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഉള്ളത്? ആർക്കറിയാം എത്ര കിലോമീറ്റർ അകലെയുള്ളത്? ഇവർ കണക്കാക്കണത് 156 മില്യൺ, അതിലപ്പുറം ആണ് ഇത് കിലോമീറ്റർ അകലെയാണ് എന്തുള്ളത്, സൂര്യനും നമ്മൾ വസിക്കുന്ന ഭൂമിയും തമ്മിലുള്ള ദൂരം എന്നുള്ളത്. ഇനി പിന്നെ നമ്മളിപ്പോൾ ആ സൂര്യനിലേക്ക് യാത്ര ചെയ്യാൻ ഒരു റബ്ബറൈസ്ഡ് ചെയ്ത ഒരു റോഡ് ഉണ്ട് എന്ന് സങ്കല്പിക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ പോലെ റോഡ് സൂര്യഗോളത്തിലേക്ക് യാത്ര ചെയ്യാനുണ്ട് എന്ന് സങ്കല്പിക്കാം. ഉണ്ടെങ്കിൽ സാധാരണ ഒരു കാറ് ഒരു 100 സ്പീഡിൽ പിന്നെ 100 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്നു എന്ന്, ഒരു മണിക്കൂറിൽ അല്ലെ ഒരു 100 കിലോമീറ്റർ അങ്ങനെ ഓടുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എങ്കിൽ എത്ര വർഷം വേണ്ടി വരും പിന്നെ 156 മില്യൺ കിലോമീറ്റർ അകലെ എത്താൻ? എത്ര വർഷം വേണ്ടി വരും? കണക്കനുസരിച്ച് 210 വർഷം വേണ്ടി വരും. അപ്പം നമ്മളിപ്പോൾ ഒരു കാറിൽ പോവുകയാണെങ്കിൽ നമ്മളെ ഒരാഴ്ചയിലും കഴിയില്ല, 2 ആഴ്ചയിലും കഴിയില്ല, 3 ആഴ്ചയിലും കഴിയില്ല. അതിൻ്റെ അപ്പുറമാണ് ഇത് എന്തുള്ളത്, ഈ സൂര്യനും നമ്മൾ വസിക്കുന്ന ഭൂമികോളവും. ഇനി വേണ്ട, ഒരു ഷെല്ല് പെട്ടെന്ന് ഓടണ സഞ്ചരിക്കണ ഒരു ഷെല്ല് ഉണ്ട് എങ്കിൽ അത് എത്തണമെങ്കിലോ അതിനും വേണം 5, 6, 7 ഒക്കെ വർഷം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം അത്രയും ദൂരെ കിടക്കണ ഈ സൂര്യനും ഭൂമിയും എന്തിനാ പടച്ചോൻ അതിൻ്റെ ദൂരം ഇത്ര കണക്കാക്കി വെച്ചത്, ഇത്ര ദൂരെ കൊണ്ടുവച്ചത്? അതിനെ കുറച്ചുകൂടി അടുപ്പിച്ചുകൂടിനു. അതെങ്ങാനും ആ സൂര്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വച്ചതിന് ഒരിത്തിരി ഇങ്ങോട്ട് ഭൂമിയോട് അടുത്താൽ എന്താ ഉണ്ടാവുക? ആകെ കരിഞ്ഞ് തരിപ്പണാവും. ഇവിടെ ജീവികൾക്ക് ജീവിക്കാൻ ജീവിതം അസഹ്യമാവും. ഇനി അള്ളാഹ് വെച്ചു കൊടുത്തുന്ന അതൊരിത്തിരി അങ്ങോട്ട് മുകളിലേക്ക് വെച്ചാലോ ഇവിടെ ഐസായിട്ട് ഐസിൻ്റെ ശ്മശാനമായി ഏതാവും, ഭൂമിയായി മാറും. ആലോചിച്ച് നോക്കുങ്ങൾ. അപ്പോൾ വളരെ കൃത്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നമ്മൾ വസിക്കുന്ന ഭൂമിയും അതിൻ്റെ ഇതും അകലം വെച്ചിട്ട് ഇത്രയൊക്കെ പാട് അകലുണ്ടായിട്ടും ദൂരണ്ടായിട്ടും ആ സൂര്യൻ്റെ പ്രകാശം നമ്മളിലേക്ക് എത്തുന്ന എത്ര മിനിറ്റ് കൊണ്ടാ? 8 മിനിറ്റ് കൊണ്ട്. ഏകദേശം 8 മിനിറ്റ് കൊണ്ടാണ് ആ സൂര്യപ്രകാശം അത്ര ദൂരത്തുനിന്ന് സഞ്ചരിച്ച് നമുക്ക് കിട്ടുന്നത്. ഇനി അതാ ആ സൂര്യൻ്റെ രശ്മികൾ നേരെ ഡയറക്റ്റ് ഇങ്ങോട്ട് വരികയാണോ? അല്ല. അഥവാ വന്നാലെന്താ? വലിയ രോഗങ്ങൾക്ക് കാരണമാവും അല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
വലിയ രോഗങ്ങൾക്ക് കാരണമാവും. അപ്പം ആ രോഗമൊക്കെ ഇല്ലാതെ അതിൻ്റെ നമുക്ക് തിന്മയുടെ വശങ്ങളൊക്കെ തടുക്കാനുള്ള ഒരുപാട് മേഖലകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ മുകളിൽ എന്താ പറയാന് ഓസോൺ പാളികളൊക്കെ അല്ലേ, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച് വെച്ചിട്ട് അതിലൂടെയൊക്കെയാണ് ഇത് കടന്നു വരുന്നത്. ആലോചിച്ച് നോക്കും നിങ്ങൾ, എത്രമാത്രം സുഖകരമായ ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊരു ചില്ലിക്കാശും പേ ചെയ്യാതെ റബ്ബ് തമ്പുരാൻ നമുക്ക് സൗകര്യപ്പെടുത്തി തന്ന്. വശംസി വളുഹാഹ എന്നത് അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ പറ്റി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ മറ്റൊരു സ്വഭാവമാണ്, ഇതൊക്കെ എങ്ങനെയൊക്കെ മനുഷ്യൻ പഠിച്ചാലും എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും ഓൻ എന്ത് ചെയ്യും, ആ സൂര്യൻ എന്ന അനുഗ്രഹത്തിൽ മാത്രം അവൻ്റെ ചിന്തയും പഠനവും പോവും. ആ സൂര്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് അവൻ്റെ പഠനം എത്തില്ല. ഇതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ അപകടം എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ബിൽക്കീസ് എന്ന് പറയുന്ന ലോകത്തെ ഭരിച്ചിരുന്ന ഒരു രാജ്ഞി ഉണ്ടായിരുന്നല്ലോ, ബിൽക്കീസ് രാജ്ഞി അല്ലേ, വലിയ പണക്കാരിയാണ്, ഒരു നാടിൻ്റെ രാജാത്തിയാണ് അല്ലേ, രാജ്ഞിയാണ്. അവരെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ഇതുണ്ട്. അവർക്കെന്താ ഹുദുഹുദു പക്ഷി വന്നുകൊണ്ട് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ ആ സൈന്യത്തിൽ ആരുണ്ടായിരുന്നു, ഹുദുഹുദ് എന്ന് പറയുന്ന നമ്മൾ മരക്കൊത്തി എന്ന് പറയുന്ന പക്ഷിയില്ലേ, അതേപോലെ ചുണ്ടുള്ള ഒരു പക്ഷിയൊക്കെ ഉണ്ടായിരുന്നു. ആ പക്ഷി വന്നിട്ട് ആണേത് ഇന്ന സ്ഥലത്ത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ്. സുലൈമാൻ നബിയോട് പറയാണ്, ഇന്ന സ്ഥലത്ത് അത്ര ദൂരെ ഒരു പെണ്ണ് ഭരിക്കുന്നുണ്ട്, ആ പെണ്ണിൻ്റെ അതൊരു രാജ്ഞിയാണ്, അതും അതിൻ്റെ ജനതയും ഒക്കെ ആരാധിക്കുന്നത് ആരെയാണ്, സൂര്യനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. എന്നിട്ട് ആ പറയുന്ന വാക്ക് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്താൻ ആ ഹുദുഹുദി പക്ഷി എന്ന് പറയുന്ന ആ പട്ടാളക്കാരൻ രാജാവായ സുലൈമാൻ നബിയോട് പറഞ്ഞു കൊടുക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ സൂറത്തു നംലിലാണെന്ന് തോന്നുന്നു വിവരിക്കുന്നുണ്ട്. വജത്തുഹ വകൗമഹ, ഹുദുഹുദ് പക്ഷി പറയാണ് സുലൈമാൻ നബിയോട്, അവളെയും ഈ രാജ്ഞിയെയും സബയിലെ ബിൽക്കീസ് രാജ്ഞിയെയും അതേപോലെ അവളുടെ ജനതയെയും ഞാൻ കണ്ടെത്തി. എന്താ, യസ്ജുദൂന ലിശംസ്, അവർ സൂര്യനെ ആരാധിക്കുന്നതായിട്ട്, മിൻ ദൂനില്ല, അള്ളാഹുവിനെ പുറമെ. വസയ്യന ലഹുമുശ് ശൈത്താനു അഅ്മാലഹും, അവരുടെ ഈ ആരാധനാ പ്രവർത്തനങ്ങൾ പിശാച് അവർക്ക് മോടിയാക്കി കാണിച്ചു കൊടുത്തതാണ്. ഫസദ്ദഹും അനിസ്സബീൽ, യഥാർത്ഥ മാർഗത്തിൽ നിന്ന് ആ പിശാച് ആ ജനതയെ വഴിപിഴപ്പിക്കുകയാണ്, തടയുകയാണ്. വഹും ലാ യഹ്തദൂൻ, അവർ സന്മാർഗം പ്രാപിക്കുന്നവരല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നോക്കി നിങ്ങൾ, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിട്ട് പോലും അള്ള തന്ന ഒരു അനുഗ്രഹത്തെപ്പറ്റി ചിന്തിച്ച് ആ അനുഗ്രഹദാതാവിനെ കണ്ടെത്താൻ അവർക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ അവിടെ എടുത്തു പറയുന്നത്. അപ്പം നമുക്കൊരു അനുഗ്രഹം കിട്ടുമ്പോൾ ആ അനുഗ്രഹദാതാവിനെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഓർക്കണം എന്നതാണ് വിശുദ്ധ ഖുർആൻ അതിലൂടെ പഠിക്കും. മറ്റൊരായത്ത് കാണാം, അല്ലാ യസ്ജുദൂ ലില്ലാഹില്ലദീ യുഖ്രിജുൽ ഖബ, ആ ആയത്തിൻ്റെ താഴെ തന്നെ യുഖ്രിജുൽ ഖബ ഫിസ് സമാവാതി വൽ അർദ് വയഅലമു മാ തുഖ്ഫൂന വമാ തുഅ്ലിനൂൻ, ആകാശങ്ങളിലും ഭൂമിയിലുമൊക്കെ ഒളിഞ്ഞു കിടക്കുന്നതൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ആ അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ആരാധിക്കേണ്ടത് ആകാശങ്ങളിലും ഭൂമിയിലുമൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട്, അതൊക്കെ പുറത്തു കൊണ്ടുവരുന്ന പടച്ച തമ്പുരാനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അതേപോലെ നിങ്ങൾ ഗോപ്യമാക്കി വെക്കുന്നതും പരസ്യമാക്കി വെക്കുന്നതും ഒക്കെ അറിയുന്ന അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് ആ പക്ഷി പറയുന്ന വാക്കുകൾ, ഹുദുഹുദ് പക്ഷി പറയുന്ന വാക്കുകൾ സുലൈമാൻ നബിയെ പറ്റി എന്ത് പറയുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മെ പഠിപ്പിക്കണ ഒരു കാര്യം, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, സബബിൽ മാത്രം നമ്മൾ ഒതുങ്ങാൻ പാടില്ല. ആ സബബ് തന്ന ആ മാർഗം തന്ന അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിൻ നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ എന്ന് അള്ളാഹു തആല ചോദിക്കുന്നുണ്ട് അല്ലേ. പകലിൽ നിന്ന് രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുകയും അതേപോലെ തന്നെ പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ആ അള്ളാഹുവിനെ പറ്റി നിങ്ങൾ പഠിക്കുന്നില്ലേ.
വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹു. കുല്ലുൻ യജ്രി ഇലാ അജലി മുസമ്മ, ഈ സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ എല്ലാ ചരാചരങ്ങളും ഒരു നിർണിത അവധി വരെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വ അന്നല്ലാഹ ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊക്കെ അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണെന്ന്. നോക്കി നിങ്ങൾ, ഈ സൂര്യനും സൂര്യഗോളവും നമ്മൾ താമസിക്കുന്ന ഭൂമിഗോളവും എത്ര വ്യത്യാസമുണ്ട് കനത്തിൻ്റെ കൂട്ടത്തിൽ, അതിൻ്റെ വലിപ്പത്തിൻ്റെ കൂട്ടത്തിൽ എത്ര വ്യത്യാസമുള്ളത്? ഭൂമിയുടെ 109 മടങ്ങ് അല്ലേ ആരുണ്ട്? സൂര്യനുണ്ട് എന്നാ. അപ്പം നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി അതിൻ്റെ 109 മടങ്ങ് ആരുണ്ട്? സൂര്യനുണ്ട് അല്ലേ. ഇനി ആ സൂര്യൻ്റെ അകത്തളുണ്ട്, ഇതിങ്ങനെ റൗണ്ട് ആണെങ്കിൽ അതിനൊരു അകത്തളുണ്ടാവുമല്ലോ അല്ലേ. ആ പിന്നെ അകത്തളത്തിൽ എത്ര സൂര്യനെ എത്ര ഭൂമി കൊള്ളും എന്നാ പറയുന്നത്? ഭൂമിഗോളം കൊള്ളുന്ന 300. അപ്പം അതിൻ്റെ അകത്തളം അതിനേക്കാളും ഉണ്ട് എന്നർത്ഥം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം എന്താ ഈ സൂര്യൻ? അപ്പോൾ അതിൻ്റെ ദൂരവും ഇതൊക്കെ എത്ര കൃത്യമായിട്ടാണ് പടച്ച തമ്പുരാൻ. ഇതെങ്ങാനും ആ സൂര്യൻ്റെ ചൂട് അല്ലേ, അതിൻ്റെ പ്രതലത്തിലുള്ള ചൂട് തന്നെ പറയുന്നത് 6000 ദർജയാണ്. സാധാരണ നമ്മളെ തീയിനുള്ള ചൂട് ഇതെത്ര? 100. അതൊന്നുമല്ല, അതിനേക്കാൾ 6000 ദർജയാണ് അതിൻ്റെ പ്രതലത്തിൽ. അതിൻ്റെ അകത്തളത്തിലോ 20 മില്യൺ ദർജയാണെന്ന് അതിൻ്റെ അകത്തളത്തിലുള്ളത്. അപ്പം അത്രയും ആ ഹീറ്റ്, അത്രയും ചൂടിങ്ങനെ എന്നിങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു ഗോളം, ഇത്രയൊക്കെ ചൂടുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താവും? നമ്മുടെ അവസ്ഥയൊക്കെ എന്താവും? അപ്പം നോക്കി നിങ്ങൾ, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചൂടുള്ള ഒരു വാതകം ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോകുന്ന ആ സൂര്യൻ എങ്ങാനും അങ്ങോട്ട് അടർന്നു വീഴാൽ എന്തുണ്ടാവും? പടച്ചോന് ഖിയാമത്ത് നാൾ ഉണ്ടാക്കാൻ വലിയ പണിയുണ്ടോ? ഒരു പണിയുമില്ല അല്ലേ, ഒരു പണിയില്ല. ഒന്നും വേണ്ട, ഈ ബിൽഡിങ് തകർക്കാൻ വലിയ പണിയുണ്ടോ? ഇന്നത്തെ മെക്കാനിക്കിന് എന്തെങ്കിലും ഒരു പണിയുണ്ടോ? ഒരു പണിയില്ല. ആ സ്വിച്ച് ഒന്ന് അയച്ചിട്ട് അതിൻ്റെ കണക്ഷൻ വേറെ ഇടത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും? ആകെ കത്തിപ്പിടിക്കും. ഇത് മനുഷ്യന് കഴിയുന്ന പണിയാ. എങ്കിൽ റഹ്മാനായ തമ്പുരാൻ ആലോചിക്കൂ, ഇത്രയൊക്കെ ഹീറ്റുള്ള ആ സൂര്യൻ്റെ രശ്മികൾ അത് ഭൂമിയിലേക്ക് ഇങ്ങോട്ട് അടുത്താൽ തന്നെ കത്തിക്കരിഞ്ഞു പോയെങ്കിൽ ആ സൂര്യനൊക്കെ അടർന്നു വീഴുന്ന, നക്ഷത്രങ്ങളൊക്കെ അടർന്നു വീഴുന്ന ഒരു രംഗത്തെപ്പറ്റി വിവരിക്കുന്നുണ്ടല്ലോ. വ ഇദന്നുജൂമുൻ ഖദറത്ത് അല്ലേ, ഖിയാമത്ത് നാട് അടയാളമായിട്ട് ഇതൊക്കെ പാടങ്ങട്ട് പൊളിഞ്ഞു പോകുന്ന. അപ്പം റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാൾ ഉണ്ടാക്കാൻ ഏതെങ്കിലും ഒന്നെന്നെ മതി, ആകട് തരിപ്പണമായി പോകും എന്നത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ആലോചിച്ച് നോക്കുന്നു, അതൊക്കെ ചിന്തിക്കാനുള്ള ആരാണ് ഇതൊക്കെ ഇങ്ങനെ വളരെ കൃത്യമായി സംവിധാനിച്ചു വെച്ചത്? ഫാലിഖുൽ ഇസ്ബാ വജഅലൽ ലൈല സക്കന അല്ലേ, പ്രഭാതത്തെ പിളർത്തിക്കൊണ്ടുവരുന്നവനാണ് അള്ളാഹു, രാത്രിയെ സമാധാനമാക്കിയവനാണ് അള്ളാഹു. വശംസ വൽ ഖമറ ഹുസ്ബാന, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിങ്ങൾക്ക് കണക്ക് നോക്കാനുള്ള സംവിധാനമാക്കിയവനാണ് അള്ളാഹു. ഇതൊക്കെ ആരുടെ ഇതാണ്? ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, എല്ലാം അറിയുന്ന പ്രതാപവാനായ അള്ളാഹുവിൻ്റെ കണക്കാക്കലാണ് ഇത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആലോചിക്കുങ്ങളെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ആ ദൂരത്തുനിന്ന് ഏതെങ്കിലും ഒരു ഒരു മില്ലിമീറ്റർ, ചെറിയ സെൻറ്റിമീറ്റർ അകന്നാൽ തന്നെ, അകലെ അടുത്തു വരികയൊക്കെ ചെയ്താൽ തന്നെ വലിയ അപകടമുണ്ടാകും എന്നുള്ള അതിന് ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങൾ മാഗ്നറ്റിക് ഇത് കണ്ടില്ലേ? ഒരു മാഗ്നറ്റിക് കട്ടുണ്ട് എന്ന് കൂട്ടുക അല്ലേ, 2-3 മാഗ്നറ്റിക് കട്ടുണ്ട് എന്ന് കൂട്ടുക. ഇവിടെ ഈ മാഗ്നറ്റിക് കട്ടക്ക് ഇടയിൽ നിങ്ങൾ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം കൊണ്ടുവച്ചാൽ എന്താ ഉണ്ടാവുക? എന്താ ഉണ്ടാവുക? എങ്ങനെ ആകർഷിക്കുക?
ഇതിപ്പോൾ 2 മാഗ്നറ്റിക് കട്ടയാണ് അല്ലേ? ആകർഷിക്കാതെ വെക്കണമെങ്കിൽ എന്ത് വേണം? അങ്ങോട്ടും പിടിക്കരുത് ഇങ്ങോട്ടും പിടിക്കരുത്. എന്താ ചെയ്യേണ്ടി വരിക? മാത്തമാറ്റിക്സിന്റെ നിയമപ്രകാരം എന്ത് ചെയ്യണം? പോരാ, പിന്നെ ഇത് ഒരു മറയില്ലാതെ അങ്ങോട്ടും പോരുത് ഇങ്ങോട്ടും പോരുത്. എന്താ ചെയ്യാ? അതിസൂക്ഷ്മമായ മാത്തമാറ്റിക്സ് നിയമം അനുസരിച്ച് അതിന്റെ മിഡിലിൽ കൊണ്ടുപോയി വെച്ചാൽ അങ്ങോട്ടും പോലെ അങ്ങോട്ടും പോയി. ഒരു മൈക്രോ സെന്റിമീറ്റർ, ഒരു ചെറിയ 1 മില്ലിമീറ്ററിന്റെ ഒരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടായാൽ ഇങ്ങോട്ടും ഇങ്ങോട്ടായ ഇങ്ങോട്ടും. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? അങ്ങോട്ടായാൽ അത് 1 സെന്റിമീറ്റർ ഒന്നും വേണ്ട, ഒരു ഇത്തിരി മതി. ആ ഒറ്റ തെറിച്ചലേക്കാര അതിൻ്റെ അടുത്തേക്ക്. ഇനി അത് ഇങ്ങോട്ടാണെങ്കിലോ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് തെറിക്കും ആ ഇരുമ്പ് അല്ലേ? ഇനി വേറൊന്ന്, ഇത് സൂര്യൻ എന്ന് പറയുന്ന വലിയ സാധനം, 109 പിന്നെ ഭൂമിനെ കൊള്ളാൻ മാത്രമുള്ള വലിയ സാധനം. ഭൂമി എന്ന് പറയുന്ന ഒരു മുട്ടൻ്റെ അത്ര ഉള്ളതും. അപ്പോഴോ മാത്തമാറ്റിക്സുകാർ കുടുങ്ങും. അതിസൂക്ഷ്മമായ അതിസങ്കീർണമായ മാത്തമാറ്റിക്സ് നിയമപ്രകാരേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് കണക്കൂട്ടണമെങ്കിൽ വളരെ പ്രയാസം. ഇനി അതിലപ്പുറം ഇങ്ങനെയുള്ള സൂര്യഗോളമുണ്ട്, കുറേ നക്ഷത്രഗോളങ്ങളുണ്ട്, ആ ഗാലക്സികളിലൊക്കെ പാടെ എന്തുണ്ട്? ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് അല്ലേ? മില്യൺ ഗാലക്സികളുണ്ട് എന്നാണെന്ന് ഇപ്പോൾ ശാസ്ത്രം പറയുന്നത് അല്ലേ? മില്യൺ ഗാലക്സികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ ഗാലക്സിയും ഒരുപാട് നക്ഷത്രങ്ങളുടെ സമൂഹമാണ് അല്ലേ? ഒരു നക്ഷത്രം എന്ന് പറയുന്നത് തന്നെ ഈ സൂര്യനേക്കാൾ വലുതാണ്. ഇത്. നമ്മളിപ്പോ എത്താപ്പോ നമ്മളെ നാട്ടിൽ ഇങ്ങനെ പോണ ഒരു ജന്തു ഇല്ല, എന്താണ് ഇതൊക്കെ ഇങ്ങനെ പോണ ഒരു വെളിച്ചം കത്തിച്ച് പോണ ജന്തു, എന്താ പറയാ? മിന്നാമിനിങ്ങ അല്ലേ? നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മിന്നാമിനിങ്ങയാണ് തോന്നും, പക്ഷേ അത് സൂര്യനേക്കാൾ വലുതാണ് അല്ലേ? എത്രയോ അകലെയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് മിന്നാമിനിങ്ങായി തോന്നുന്നത്? അതിൻ്റെ ദൂരം അത്രയാണ്. അതിൻ്റെ ദൂരം അത്ര ആയതുകൊണ്ടാണ് നമുക്കതൊരു മിന്നാമിനിങ്ങാണിത്. ഭൂമിയോട് അടുത്തത് ഏതാ? ചന്ദ്രനാ, പിന്നെ സൂര്യനൊക്കെയാണ്. അതുകൊണ്ടാണ് ആ സൂര്യനെ നമുക്ക് അതിൻ്റെ വെളിച്ചം നമുക്ക് അത്ര കിട്ടുന്നത്. ആലോചിച്ച് നോക്കി നിങ്ങൾ, മഹാ അത്ഭുതം. ഈ നക്ഷത്രത്തിന്റെ വെളിച്ചം ഭൂമിയിലേക്ക് വരുന്നുണ്ട്, പക്ഷെ എത്ര കൊല്ലം കഴിയണം? ധാരാളം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കത് കിട്ടുന്നത്. എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ആ നക്ഷത്രത്തിന്റെ പ്രകാശം അതിന്റെ ഇതിങ്ങോട്ട് വരെ. ആലോചിച്ച് നോക്കുങ്ങള്. അപ്പോ എന്റെ വിഷയം നോക്കിങ്ങള്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഗോളങ്ങളുണ്ട്, എത്രയോ നമുക്കറിയില്ല അല്ലേ? എത്രയോ ഗോളങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെ നിലനിൽക്കുന്നത്? ഈ മാഗ്നറ്റിക് സിദ്ധാന്തം അനുസരിച്ചാണ്. ജാതബിയത്ത് എന്ന് പറയാം അറബിയിൽ. ജാതബിയത്ത് പറഞ്ഞാല് ഗുരുത്വാകർഷണം. ഇതെന്നെങ്ങാനും ഇങ്ങോട്ട് അടിച്ചാൽ ഠും അല്ലേ? അതെങ്ങാനും അതിലൂടെ പോയി ഇതായ ടക്ക് ഒക്കെ ഗ്രാവിറ്റി. അതന്നെ, അതിനാണ് ജാതബിയത്ത്. അപ്പൊ റബ്ബ് തമ്പുരാൻ, റഹ്മാനായ റബ്ബ്, ഈ സൂര്യനും ഈ ചന്ദ്രനും ഈ ഭൂമിയും ഈ ഗാലക്സികൾക്കകത്തുള്ള നക്ഷത്രങ്ങളും ഗാലക്സികളും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തട്ടുന്നില്ല, മുട്ടുന്നില്ല. ഓ മനുഷ്യ, ഇനി എത്ര വലിയ മാത്തമാറ്റിക്സ് അങ്ങേയറ്റത്തെ ആളാണെങ്കിലും അനക്കിത് കണക്കൂട്ടാൻ കഴിയോ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. വശംസി വളുഹാഹ. നോക്കി നിങ്ങൾ, ഒരു സൂര്യനെ പറ്റി പഠിച്ചാൽ തന്നെ, അള്ളാഹുവിൻ്റെ ഒരു നക്ഷത്രത്തെ പറ്റി പഠിച്ചാൽ തന്നെ റബ്ബിൻ്റെ മുമ്പിൽ ഇങ്ങോട്ട് സുജൂദ് ചെയ്തു. സുജൂദ് എണീക്കാൻ കഴിയില്ല നമുക്ക്. ശരിക്കും നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യണത്? സ്കാരത്തിലൊക്കെ ചിരി വരുന്നത്. സ്കാരത്തിൽ നമ്മൾ നേരത്തെ കണ്ട ടി വിയിൽ ഇതൊക്കെ നമ്മളെ തലയിൽ കയറുന്ന എന്താ? ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ്. യഥാർത്ഥ പഠനം പഠിക്കൽ വിശുദ്ധ ഖുർആനിലൂടെ ആവണം, അല്ലാതെ ചിന്തിക്കാൻ പറ്റൂല. ആ വിശുദ്ധ ഖുർആനിലൂടെ പഠിച്ച് റബ്ബിൻ്റെ അനുഗ്രഹത്തെ പറ്റി മനസ്സിലാക്കി, ആ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആ സുജൂദ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് നമുക്കൊരു അനുഗ്രഹം കിട്ടുമ്പം എന്താ പറയണത്? സുജൂദ് ചെയ്യാനാണ് പറയണത് അല്ലേ? നമുക്ക് കളഞ്ഞു പോയ ഒരു സാധനം കിട്ടി, ഒരു അനുഗ്രഹം അല്ലേ? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അനുഗ്രഹം കിട്ടി, നമ്മൾ എന്താ ചെയ്യേണ്ടത്? സുജൂദ് ചെയ്യാനാണ്. എനിക്കൊരാൾ ഒരു കോടി എടുത്തെന്ന്, എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷം. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ പോയി സുജൂദ് ചെയ്യും. ഞാൻ ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പം എന്താണ് ആ സുജൂദിൻ്റെ അർത്ഥം? റഹ്മാനായ റബ്ബിൻ്റെ അനുഗ്രഹം.
അല്ലേ? റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹത്തിന്റെ മുമ്പിൽ നമ്മൾ സാഷ്ടാംഗം ചെയ്യാൻ. വശംസി വളുഹാഹ. അപ്പോൾ നിങ്ങൾ നോക്കി, ഇതൊക്കെ ഇങ്ങനെ മുട്ടാതെ തട്ടാതെ സഞ്ചരിക്കുന്ന ആ റബ്ബിന്റെ അനുഗ്രഹത്തെ പറ്റി ചിന്തിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെയൊക്കെ നമ്മെ പിന്നെ പഠിപ്പിക്കുന്നത്, അല്ലേ? ഇനിയൊക്കെ നിങ്ങൾ മറ്റൊരു ഇത്, ഈ സൂര്യനും പിന്നെ ഭൂമിയും തമ്മിലുള്ള അകലം എന്നൊക്കെ പറഞ്ഞില്ലേ? ആ അകലെങ്ങാനും സമയനോ ആ അകലെങ്ങാനും പിന്നെ ഇതേപോലെ ചന്ദ്രനും തമ്മിലുള്ള ഒരു അകലുണ്ടല്ലോ. ഈ ചന്ദ്രന്റെ അകലും ഇതൊക്കെ അവിടെ കൂടുകയാണെങ്കിലോ കുറയാണെങ്കിലോ എന്താ ഉണ്ടാവുക? വെള്ളപ്പൊക്കം ഉണ്ടാവും. എന്താ അതിന് പറയാ? ജിസർ പിന്നെ ഇതുണ്ടാവും. എന്താ പറയാ? കടലിലുണ്ടാണ് ഒരു ഇതില്ലേ? കടലിലുണ്ടാ മർദ്ദം, അതിനെന്തോ ഒന്ന് പറയണ്ടല്ലോ അവിടെ. വേലിയേറ്റും വേലിയിറക്കും അല്ലേ? ആ ചന്ദ്രനായിട്ട് ബന്ധപ്പെട്ടതാ. അപ്പൊ ആ ചന്ദ്രന്റെ ദൂരം അള്ളാഹു സംവിധാനിച്ച ആ ചന്ദ്രന്റെ ദൂരം കുറച്ചുകൂടി അടുത്ത് വരികയാണെങ്കിൽ എന്താ? ആകെ പിന്നെ ഇപ്പുള്ള നിലയിന്ന് പിന്നെ ആകെ വെള്ളം പൊങ്ങി അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും. ആലോചിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എത്ര കൃത്യമായിട്ടാണ് പടച്ച തമ്പുരാൻ ഇതൊക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കാനാണ് പിന്നെ ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ സൂര്യൻ്റെ അകത്ത് ഹീറ്റായ വാതകം ആണല്ലോ അതിൻ്റെ ഉള്ളിൽ. ഒരു സൈസ് ഗ്യാസാണ്, ഹീലിയം എന്ന് പറഞ്ഞ ഗ്യാസാണ്. ആ ഗ്യാസുമായിട്ടാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അതെങ്ങാനും പൊട്ടിത്തെറിച്ചാൽ ഒന്നും വേണ്ട, ഇതിലൂടെ പോണ ഒരു പെട്രോളിൻ്റെ അത് പൊട്ടിത്തെറിച്ച കഥ കഴിഞ്ഞില്ല നമ്മളത്. അടുത്ത ആരെങ്കിലും പിന്നെ അതിലെ വണ്ടി ഉണ്ടാവുമോ? വേണ്ട, വണ്ടി ഉണ്ടാവോ? നമ്മൾ നടക്കുവോ? തകരാറാവും അല്ലേ? നമ്മളെ എല്ലാ കമ്പ്യൂട്ടറും കൊളാവും. അത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പം അതൊക്കെ ഇതിന് കാരണം ആലോചിച്ച് നോക്കുമ്പോൾ അത് അതിൻ്റെ ആ ഇതില്ലേ, എന്താ സിഗ്നൽ, അതൊക്കെ കൊളാവും അല്ലേ? അപ്പം വശംസി വളുഹാഹ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ആ സൂര്യൻ്റെ അകത്ത് ഒരു ദിവസം പിന്നെ ഹീറ്റ് വാതകാണെന്നാണല്ലോ. അതിൻ്റെ ഒരു നാവ് തന്നെ, അതിൻ്റെ ഈ പിന്നെ കത്തണ നാവ് എന്നതിന് പറയാം. ഇപ്പം നമ്മൾ വിറകത്തിക്കുമ്പം ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാളൂലേ? അതിന് പറയാം നാവ് എന്നാ. അതിൻ്റെ തീനാളം അല്ലേ? ആ തീനാളം തന്നെ എത്ര ഉണ്ടാവും? നാവുകൾ പിന്നെ 5000 കിലോമീറ്റർ ദൂരമുള്ള പിന്നെ 5000 കിലോമീറ്ററോ മില്യൺ കിലോമീറ്ററോ ഒന്നും എനിക്കറിയില്ല. അത്രയും ദൂരമുള്ള തീനാളമാണ് ആ സൂര്യൻ്റെ അകത്തുള്ളത് പോലും. ആലോചിച്ച് നോക്കിങ്ങൾ, ഇതൊക്കെ ആധുനിക ശാസ്ത്രം പറയുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ തന്നെ, ആ സൂര്യൻ എന്നതിനെപ്പറ്റി നമ്മൾ പഠിച്ചാൽ തന്നെ റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ശരിക്കും അത് സുജൂദ് ചെയ്യാൻ പറ്റും. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ. അള്ളാഹു ആണ് കേട്ടോ ഭൂമി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ രൂപത്തിൽ ഇങ്ങനെ സ്ഥിരാക്കിയത്. ഇങ്ങനെ ചലിക്കണ ഭൂമിയാണ്. അവിടെ നിങ്ങൾക്ക് വസിക്കാൻ പറ്റിയ രൂപത്തിൽ ഇങ്ങനെ സ്ഥിരാക്കി തന്നത്, പിന്നെ വാസസ്ഥലമാക്കി തന്ന അള്ളാഹ് ആണ് കേട്ടോ, അല്ലാതെ ഇവിടുത്തെ മണ്ണാനല്ല, മനുഷ്യരല്ല. വസ്സമാ അബിനാ, ആകാശത്തെ നിങ്ങൾക്ക് ഒരു എടുപ്പ് പോലെ ആക്കി തന്ന അള്ളാഹു അത്രേ. വസവ്വറക്കും ഫഅഹ്സന സുവറക്കും, നിങ്ങളെ രൂപകൽപ്പന ചെയ്തത് അള്ളാഹുവാണ്. നിങ്ങളുടെ രൂപകൽപ്പന ഏറ്റവും നന്നായ രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ, മെച്ചപ്പെട്ട രൂപത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും കുറ്റമറ്റ രൂപത്തിൽ നിങ്ങളെ രൂപകൽപ്പന ചെയ്തത് അള്ളാഹുവാണ്. വറസഖക്കും മിന ത്വയ്യിബാത്ത്, ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം നിങ്ങൾക്ക് നൽകിയത്, റിസ്ക് നിങ്ങൾക്ക് നൽകിയത് അള്ളാഹുവാണ്. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനത്രേ നിങ്ങളുടെ രക്ഷിതാവ്. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ ആ അള്ളാഹു എത്ര അനുഗ്രഹീത പൂർണ്ണനാണ്. ആലോചിക്കുങ്ങളെ. അപ്പം ഇതൊക്കെ ചിന്തിക്കാനാണ് അതിലൂടെയൊക്കെ നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണത് എന്ന്. അപ്പം മനുഷ്യനുണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണം ഈ ചിന്ത ഉണ്ടാവണം. ചിന്ത അല്ലെങ്കിൽ ശവകുടീരം പോലെയാവും മനുഷ്യനാണ് അല്ലേ? ഒരു വീട് ശവകുടീരാവും. ആ വീട്ടിലുള്ള ആളുകളും ചത്തയിനൊക്കും. എന്ത്? മനുഷ്യൻ്റെ ചിന്ത പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ. ചിന്ത എന്തിനു പോകണം? റബ്ബിനെ കണ്ടെത്താനാവണം. റബ്ബിനെ കണ്ടെത്താവണം. ഏത് അനുഗ്രഹത്തെപ്പറ്റി ചിന്തിച്ചാലും റബ്ബിനെ കണ്ടെത്താൻ പറ്റും. വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ.
അതുകൊണ്ടാണ് അള്ളാഹു താല പിന്നെ ഇങ്ങനെ പറയുന്നത് കാണാം, വമാ യസ്തവിൽ അഹ്യാഉ വൽ അംവാത്ത്, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തുല്യമല്ല. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ കേൾപ്പിക്കും. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ എന്ന് വിശുദ്ധ ഖുർആൻ പറയും. ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ എനിക്ക് സാധിക്കൂല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി എന്ന് പറഞ്ഞാൽ ഓല് ചിന്തിക്കൂല എന്നർത്ഥം, ചിന്തിക്കാൻ കഴിയില്ല. അപ്പൊ ജീവനുള്ള ഈ സമയത്ത് നമ്മുടെ ചിന്ത പ്രവർത്തിപ്പിക്കണം എന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല മറ്റൊരായത്ത് കാണാം, കുലിൻദുറു മാദാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമികളിലും ഒക്കെ ഉള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വമാ തുഗ്നിൽ ആയാത്തു വന്നുദുർ അൻ ഖൗമിൻ ലാ യുഅ്മിനൂൻ, ഈ ദൃഷ്ടാന്തങ്ങളാവട്ടെ ഈ താക്കീതുകളാവട്ടെ വിശ്വാസമില്ലാത്തൊരു ജനതയ്ക്ക് യാതൊരു ഉപകാരം ചെയ്യില്ല എന്നുള്ള. അപ്പൊ വിശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. അതാണ് വശംസി വളുആഹ എന്നത് നമ്മളെ പഠിപ്പിക്കും. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിലാക്കല്ലേ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.